പരിവർത്തൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് നമ്മുടെ പോപ്പുലറിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ ജോലിക്ക് കയറുന്ന പുതിയ കുട്ടികൾ, അതായത് ടെക്നീഷ്യന്മാരുണ്ട്, സർവീസ് അഡ്വൈസർമാരുണ്ട്, സർവീസ് എഞ്ചിനീയേഴ്സ് ട്രെയിനീസ് ഉണ്ട്, പിന്നെ ബോഡി ഷോപ്പിന്റെ ടെക്നീഷ്യന്മാർ, ബോഡി ടെക്നീഷ്യൻ, പെയിന്റ് ടെക്നീഷ്യൻ, ഇവർക്കെല്ലാം വേണ്ടി നമ്മുടെ പോപ്പുലർ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പേരാണ് പരിവർത്തൻ. പരിവർത്തൻ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ പലതാണ്. അതായത് നമ്മളൊരു മെക്കാനിക് ട്രെയിനി ആയിട്ട് കയറുകയാണെങ്കിൽ അവർക്കുള്ള ഡേയ്സ് 45 ദിവസമാണ്. അതുപോലെ സർവീസ് അഡ്വൈസർ ട്രെയിനി ആയിട്ടാണ് കയറുന്നതെങ്കിൽ അവർക്കുള്ളത് ഡേയ്സ് 60 ദിവസമാണ്. പിന്നെ ഉള്ളത് ബോഡി ഷോപ്പിന്റെ ട്രെയിനിങ് ആണ്. ബോഡി ഷോപ്പിന്റെ ട്രെയിനിങ്ങിന് 90 ദിവസമാണ്. കാരണം അതിൽ കുറച്ച് കൂടുതൽ നമുക്ക് പ്രാക്ടീസും അതുപോലെ തന്നെ കുറച്ചും കൂടിയും എക്യുപ്മെന്റ്സ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് 90 ദിവസമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പരിവർത്തൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്പനീനെ കുറിച്ച്, കമ്പനിയുടെ വിഷൻ എന്താണ്, കമ്പനി നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ കുട്ടി കമ്പനിയുടെ DNA മനസ്സിലാക്കണം, കമ്പനിയുടെ വിഷൻ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കമ്പനിക്കും അവനും എന്താണ് പ്രയോജനപ്രദമായ രീതിയിൽ അവൻ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അതിനായിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പരിവർത്തൻ പ്രോഗ്രാം. മെയിനായിട്ട് കവർ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആണ്. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, ആളുടെ ട്രാൻസാക്ഷൻ അനാലിസിസ്, അതുപോലെ എമ്പതി, അതെല്ലാം നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒരു 15 ദിവസത്തെ ട്രെയിനിങ്ങിനുള്ളിൽ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അതുമൂലം ഒരു കുട്ടിക്ക്, അതായത് അവൻ എങ്ങനെ ഒരു കൊളീഗിനോട് പെരുമാറണം, ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം, നമ്മൾ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതെല്ലാം വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ ട്രെയിനിങ് വഴി അവന് കിട്ടും. ഇതിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ടൈം ഷെഡ്യൂൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് രാവിലെ അവർ 5 മണിക്ക് എണീക്കണം, 5:30 ഫ്രഷപ്പ് ആവണം, 5:30 മുതൽ നമുക്ക് മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഗെയിംസ്. അത് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. 7:30 ആകുമ്പോഴേക്കും കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മോർണിംഗ് എക്സസൈസ് ഉണ്ടാവും. ഈ മോർണിംഗ് എക്സസൈസിന് ശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 8 മണിയാകുമ്പോഴേക്കും അവർ ക്ലാസ് റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. 8 മണി മുതൽ നമുക്കൊരു അരമണിക്കൂർ ഒരു റിവിഷൻ ഉണ്ടാവും. എന്താണ് തലേ ദിവസം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക, അതിനെപ്പറ്റിയൊക്കെ ഒരു റിവിഷൻ ഉണ്ടാവും. 8:30 ശേഷം നമുക്കൊരു റീഡിങ് സെഷൻ ഉണ്ടാവും ലൈബ്രറിക്കകത്ത്. അപ്പോൾ ആ റീഡിങ് സെഷനിലൂടെ നമുക്ക് അവരെ ഒരു വായനാശീലമുള്ള ഒരു കുട്ടികളാക്കി മാറ്റാനും കുറേ കൂടി അറിവ് പകർന്ന് കൊടുക്കാനും പറ്റുന്നൊരു ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത് പരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ, ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ പ്രസൻറ്റേഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ പ്രസൻറ്റേഷനിലൂടെ അവർക്ക് വളരെ നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും അവരുടെ ബോഡി ലാംഗ്വേജും മറ്റുമൊക്കെ ഓക്കെ ആക്കാനുമുള്ളൊരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുക. അതിനുശേഷമായിരിക്കും നമ്മളുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ സെഷൻസിൽ നമ്മൾ തിയറിയും പ്രാക്ടിക്കലും അടങ്ങുന്ന രീതിയിലാണ് അവർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു ഉച്ചയാവുന്ന സമയത്ത്, 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു TA ബേസ് ചെയ്തിട്ടുള്ള ഒരു റോൾ പ്ലേ, പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഇൻഹിബിഷൻസ് എല്ലാം മാറുകയും നമുക്ക് TA ആൻഡ് എമ്പതി റോൾ പ്ലേയിലൂടെ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് അറിയാനും പറ്റുന്ന രീതിയിലാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് വീണ്ടും നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അത് പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ തിയറി സെഷൻസ് ആയിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ OJT ആയിട്ട്, ഓൺ ജോബ് ട്രെയിനിങ് ആയിട്ട് നമ്മൾ പോകും. ആഫ്റ്റർ 5 o'clock ഇവർക്ക് ഇവിടെ തന്നെ നമുക്കൊരു ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള എന്തും കളിക്കാം. ക്രിക്കറ്റോ ഫുട്ബോളോ ബാസ്കറ്റ് ബോളോ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഗെയിംസും ക്യാമ്പസിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലൂടെ അവർക്ക് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒരു ഉന്മേഷം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടീവ്. അതിനുശേഷം ഇവർ ഒരു 8:30-9 ആകുമ്പോഴേക്കും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ നെക്സ്റ്റ് ഡേ എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി അവർ തന്നെ സ്വയം കണ്ടെത്തി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ഷെഡ്യൂളിൻ്റെ ഒരു ഭാഗം. കഴിഞ്ഞ 2023-24 ബാച്ചാണ് ITI പാസ്സായത്, ഡീസൽ മെക്കാനിക്കായും. അപ്പം അതിൽ ജോബ് ഫെസ്റ്റിൻ്റെ ഇതിലാണ് ഞാൻ മാരേജിൻ്റെ ഒരുപാട് കമ്പനീസിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം അതിൽ വന്നതിലാണ് പോപ്പുലറിനെ കുറിച്ച് അറിയുന്നത്. അതിൽ പോപ്പുലറിൻ്റെ ഇതിൽ അന്ന് ഇൻ്റർവ്യൂ ചെയ്തത് ട്രെയിനർ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ട്രെയിനിങ് ഉണ്ട്, 45 ദിവസത്തെ ട്രെയിനിങ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ അറിയാനുള്ളതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ ഇതിലൊരു ഉറപ്പിച്ച് വെച്ചിരുന്നു. ITI കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കോളേജിൽ നിന്ന് സാറുമാർ പറഞ്ഞത് ഇൻ്റർവ്യൂ ഉണ്ട്, അവിടെ പോയി അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് അവിടെ എല്ലാ ടീമും ഉണ്ടായും, KVR ഉണ്ടായും, ഇൻഡസ് ഉണ്ടായും, പോപ്പുലർ ഉണ്ടായും. അപ്പോൾ ഞാൻ അവിടെ എല്ലാം അറ്റൻഡ് ചെയ്ത് എനിക്ക് ഇൻഡസും പോപ്പുലറും കിട്ടിയിരുന്നു. ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ പോപ്പുലർ കുറച്ചും എല്ലാ കാര്യങ്ങളും മുന്നിലായി തോന്നിയപ്പോൾ ഞാൻ പോപ്പുലറിൽ വന്ന് ഇവിടെ നിന്ന് HR അടുത്ത് ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടായി. അത് കഴിഞ്ഞ്
45 ദിവസം ട്രെയിനിങ് ഉണ്ട്, തിരുവനന്തപുരത്ത് വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ബേസിക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിച്ച് പ്രാക്ടിക്കലും എല്ലാം ഉണ്ടായി അവിടുന്ന്. ആദ്യം ഒരു വർഷം ഞാൻ ഈ മെഷീൻ ഓപ്പറേറ്റർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവിടുന്ന് ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വരണം എന്നുള്ള താല്പര്യം കൊണ്ട് ഞാൻ പോപ്പുലറിൻ്റെ ഇതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു HR-നായിട്ട്. എന്നിട്ട് 45 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് അല്ലാണ്ട് കുറേ ഇത് പഠിപ്പിച്ചു തന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരു ന്യൂ കമ്മറാണെന്നുള്ളൊരു ഫീല് ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തു. ഞാൻ IT ആണ് പഠിച്ചത്. അപ്പോൾ IT കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ജോബ് എന്നുള്ള രീതിയിൽ ജോബ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ക്യാമ്പസ് ഇൻ്റർവ്യൂ പോപ്പുലറിൻ്റെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിൽ സെലക്ട് ആയി. അപ്പോൾ അതിനുശേഷം പറഞ്ഞു, ഇൻ്റർവ്യൂ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഒരു 45 ദിവസം ഒരു ട്രെയിനിങ് ഉണ്ട്, അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ പോസ്റ്റിംഗ് ആവുള്ളൂ, ഒരു മെക്കാനിക് ആവുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഇന്റേൺഷിപ്പിനാണ് ആദ്യം ഞാൻ കയറിയത് പോപ്പുലറിൽ. അപ്പോൾ ഒരു 2-2.5 മാസത്തോളം ഇന്റേൺഷിപ്പ് ചെയ്തപ്പം എനിക്ക് വർക്കിനെ കുറിച്ച് വലിയൊരു അറിവും കാര്യങ്ങളൊന്നും ഇല്ലേനു. ഒരു സീനിയർ ടെക്നീഷ്യൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു. അപ്പം പിന്നെ 45 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയി. ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ ട്രെയിനിങ്ങിന് പോയത്. അങ്ങനെ ആ 45 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഇവിടെ തിരിച്ചെത്തിയപ്പം ഞാൻ അവിടെ നിന്ന് പോയതിനെക്കാട്ടും കൂടുതൽ നോളേജ് എനിക്ക് ടെക്നിക്കലായിട്ട് കൂടുതൽ ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടി. പിന്നെ എൻ്റെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വന്ന്, രാവിലെ എണീക്കുന്ന കാര്യങ്ങളായാലും ബാക്കി ഒരു കാര്യം എങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്നുള്ളതായാലും ഒക്കെ അതിൽ മാറ്റം വന്ന് നല്ല രീതിക്ക് അവിടുന്ന് നല്ലൊരു വ്യക്തി എങ്ങനെയാണെന്നുള്ളതും അവിടുന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു ടെക്നീഷ്യൻ എങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞൊരു 1.5 ആഴ്ചയായിട്ട് ഇവിടെ അപ്പോയിൻമെൻ്റ് ആയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യാണ്. എന്നാലും ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം, ഇനിയിപ്പോൾ ആളും കൂടി ചൂടാണെങ്കിൽ നമ്മളെ അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ടെക്നിക്കൽ പരമായിട്ട് പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. നല്ലൊരു ജീവിതശൈലി കൂടിയാണ് എനിക്ക് ഇതിലൂടെ പോപ്പുലർ ഈ ബേസിലൂടെ തന്നത്. അതിന് ഞാൻ പോപ്പുലറിനോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. ഞാൻ ഡീസൽ മെക്കാനിക്കായിരുന്നു പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്റേൺഷിപ്പിന് പോപ്പുലറിലേക്ക് എത്തി. TTC ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. 45 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. ഈ ട്രെയിനിങ് എനിക്ക് പ്രൊഫഷണലായും പേഴ്സണലായും നല്ല മാറ്റം വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ പരമായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എൻ്റെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഈ കോഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ മെക്കാനിക്കലാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പൊതുവെ ഗേൾസ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലേഡീസ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, പൊക്കോ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ മറുപടി. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വർക്ക് ചെയ്യാനും വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പരിവർത്തൻ TTC ബാച്ച് 45 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ട്രെയിനിങ്ങിന് പോയപ്പോൾ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഈ 45 ദിവസം വീട് വിട്ട് ആദ്യമായിട്ട് നിൽക്കുന്ന സമയത്ത്. പിന്നീട് അതിനോട് പൊരുത്തപ്പെട്ടു. ട്രെയിനിങ് കഴിഞ്ഞ ശേഷം തിരിച്ചിങ്ങോട്ട് വന്നു. ഇവിടുത്തെ വർക്ക് എന്ന് വെച്ചാൽ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ വണ്ടികളെ കുറിച്ച് ഒത്തിരി പഠിക്കാനും പറ്റുന്നുണ്ട്. പരിവർത്തൻ ബാച്ച് കഴിഞ്ഞ ശേഷം പോപ്പുലറിൽ തിരിച്ചു കയറിയ സമയത്ത് പോപ്പുലർ കുറെ ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിങ് വഴി എനിക്കിപ്പോൾ ബ്രോൺസ് മാസ്റ്റർ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലേഡീസ് ആരും ഇത് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാത്ത ഒരു ഫീൽഡാണ്. നമ്മൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഗേൾസ് ഇത് തിരഞ്ഞെടുത്താൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇത്രയും ഏട്ടന്മാരുള്ളപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സേഫ് ആയിരിക്കുമോ എന്നൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം വരിക. ഞാനിവിടെ വന്ന ശേഷം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടെ വർക്ക് ചെയ്ത ശേഷം എനിക്ക് ആ ഇതെല്ലാം മാറി കിട്ടി. ഗേൾസിന് ഇവിടെ വർക്ക് ചെയ്യാം. ഏത് ഗേൾസ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഫീൽഡ് ഗേൾസിന് എന്തായാലും തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ പോപ്പുലർ ഇതിന് സപ്പോർട്ടും ആയിരിക്കും. എൻ്റെ ഒരു ശരണ്യ, ഞാൻ പാലക്കാട് പോപ്പുലറാണ് വർക്ക് ചെയ്യുന്നത്. 1.5 വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മെക്കാനിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം ഗേൾസ് ഒന്നാമത് ഈ ഫീൽഡിലേക്ക് ആരും വരുന്നില്ല. പിന്നെ വണ്ടികളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയാണ് ഞാൻ പോപ്പുലർ ജോയിൻ ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം കുറേ വണ്ടികളെ കുറിച്ച് പഠിക്കാനും കുറേ ട്രെയിനിങ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ബ്രോൺസ് മാസ്റ്റർ ആണ്. ഞാൻ പാലക്കാട് പോപ്പുലറിൽ കയറിയിട്ട് 5 മാസമായി. ഞാൻ പഠിച്ചത് വന്നിട്ട് ITI ആയിരുന്നു. ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നൊരു ട്രേഡായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. പോപ്പുലറിൽ വന്നപ്പോൾ പരിവർത്തൻ എന്ന ബാച്ചിലൂടെ ആയിരുന്നു എനിക്കിവിടെ കയറാൻ സാധിച്ചത്. 45 ദിവസം ഒരു ട്രെയിനിങ് ബാച്ചായിരുന്നു. ആദ്യം അവിടെ എത്തിയ സമയത്ത് I am not okay ആയിരുന്നു. അത് ആ ട്രെയിനിങ് കഴിഞ്ഞ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് എനിക്ക് പറയുന്നത് I am okay എന്ന സ്റ്റാൻഡിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. ആദ്യം ഫാമിലിക്ക് കുറച്ച് സപ്പോർട്ട് കുറവായിരുന്നു. കാരണം വെച്ചാൽ വണ്ടികളുടെ പണിയാണ്, ഭാരപ്പെട്ട പണിയാണ്, നമ്മളെ ഗേൾസ് എങ്ങനെ എടുക്കുന്നുള്ള ഒരു ചിന്താഗതി അവരുടെ മൈൻഡിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിമറിച്ചുകൊണ്ട് പോപ്പുലറിൽ തന്നെ
നല്ലൊരു ലേഡി ടെക്നീഷ്യനായിട്ട് ബ്രൗൺസ് മാസ്റ്ററോടുകൂടി ഞാനിവിടെ 5 മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് പോപ്പുലറിൽ വന്ന് വർക്ക് ചെയ്യണോ പോകണോ എന്നൊരു എക്സ്പീരിയൻസ് മാത്രമല്ല, നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്കൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റും ഇവിടെ വന്നതിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ പോപ്പുലറിൽ ഓരോ ഷെഡ്യൂൾഡ് ബേസ് ആയിട്ട് നമുക്ക് കുറേ ട്രെയിനിങ് തരുന്നുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതലായിട്ടും എന്താ പറയുക, ഓരോ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. ഞാൻ IT ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുട്ടൂക്കാരൻ്റെ ഒരു സ്ഥാപനത്തിൽ 8 മാസത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് ഓട്ടോമൊബൈൽ. അത് കഴിഞ്ഞ് അവിടുത്തെ ഇൻ്റർവ്യൂ ലഭിച്ചതിന് ശേഷം ഞാൻ പരിവർത്തൻ എന്ന ബാച്ചിൽ കയറി. അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ടൈം മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയാണ് പോപ്പുലറിൽ കയറിയത്. അതിനുശേഷം പരിവർത്തൻ ബാച്ചിൽ 45 ദിവസത്തെ ട്രെയിനിങ്ങിന് പോവുകയും അതിൽ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയും ഈഗോ സ്റ്റേറ്റിനെ പറ്റി പഠിച്ചത് കൊണ്ട് ഒരു കമ്പനിയിൽ വന്നപ്പോൾ എങ്ങനെ പെരുമാറണമെന്നും അതിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്നുള്ളതും കൂടുതലായി പഠിക്കാൻ പറ്റി.